വൻകിട കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് 2-വീലർ നൽകാമെന്ന് പറഞ്ഞ് സംസ്ഥാനത്തുടനീളം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ. 9 കോടിയോളം രൂപ ഇത്തരത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് മാത്രം തട്ടിപ്പ് നടത്തിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. തൊടുപുഴ ചോരക്കുളങ്ങര വീട്ടിൽ അനന്തു കൃഷ്ണനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത 3 തട്ടിപ്പ് കേസിലെ പ്രതിയാണ് അനന്തു. മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ സൊസൈറ്റി ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ്. സൊസൈറ്റി അംഗങ്ങളെ കൊണ്ട് 2-വീലർ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം നിക്ഷേപിപ്പിച്ചു. 62 സീഡ് സൊസൈറ്റികൾ മുഖേന പ്രതി പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. പ്രതിക്കെതിരെ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയ്ക്ക് പരാതികൾ ലഭിച്ചിരുന്നു. വിവിധ കമ്പനികളുടെ CSR ഫണ്ട് ലഭിക്കുമെന്ന് വാഗ്ദാനം നൽകിയാണ് പ്രതി വലിയ തട്ടിപ്പ് നടത്തിയത്. ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും CSR ഫണ്ട് ലഭ്യമായിട്ടില്ലെന്ന് പ്രതി സമ്മതിച്ചു. ആദ്യഘട്ടത്തിൽ ബുക്ക് ചെയ്തവർക്ക് വാഹനം നൽകാനും പിന്നീട് ആർഭാട ജീവിതത്തിനും സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടുന്നതിനുമാണ് തട്ടിപ്പ് നടത്തിയ പണം ചെലവഴിച്ചത്. നേരത്തെയും നിരവധി പരാതികൾ ഇക്കാര്യത്തിന് പോലീസിന് ലഭിച്ചിരുന്നു. എറണാകുളം കച്ചേരിപ്പടിയിൽ മറ്റൊരു തട്ടിപ്പിനായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നാണ് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 മൂവാറ്റുപുഴ. കണ്ണൂർ തളിപ്പറമ്പിൽ മയക്കുമരുന്നുമായി 3 പേർ പിടിയിൽ. കണ്ണൂർ പുതിയങ്ങാടി സ്വദേശി ഷുഹൈൽ, മലപ്പുറം എടപ്പാൾ സ്വദേശികളായ മുബ്സീർ, രാജേഷ് എന്നിവരാണ് പിടിയിലായത്. 48 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. തളിപ്പറമ്പ് നഗരത്തിലെ ലോഡ്ജിൽ നടത്തിയ റെയ്ഡിലാണ് മൂവരും പിടിയിലായത്.